ലോകത്തിൽ നിന്ന് യാത്രയായി അക്രമമില്ലാത്ത ഭയമില്ലാത്ത ഒരിടത്താണ് അവരുള്ളത്. ഞങ്ങളുടെ കണ്ണുനീർ കാണാനാകുന്നുണ്ടെങ്കിൽ അവരോട് പറയണം, അമ്മയൊരിക്കലും നിങ്ങളെ മറന്നിട്ടില്ല. നിങ്ങളുടെ അസ്തിത്വം പ്രധാനമാണ്, ആത്മാവും പ്രധാനമാണ്. നമ്മൾ വീണ്ടും കാണുന്നതുവരെ അമ്മയുടെ ഹൃദയത്തിൽ നിന്നെ സൂക്ഷിക്കും. കുഞ്ഞാറ്റെ, അമ്മ നിന്നെ ചന്ദ്രനോളം സ്നേഹിക്കുന്നു. ഈ കുറിപ്പ് ഒരാൾ പങ്കുവെച്ചാൽ, ഒരു കോൺഗ്രസ്സുകാരനാവട്ടെ, പങ്കുവെക്കില്ലേ? ഞാൻ സത്യസന്ധമായി കരുതുന്നു പങ്കുവെക്കാൻ മനസ്സുള്ളവരാണ് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് ഇടതുപക്ഷ ഭേദമില്ലാത്ത എല്ലാ മനുഷ്യരും. അപ്പോൾ പറയുകയാണ്, ഇതൊരു PR ടീം എക്സസൈസ് അല്ലേ? മുഖ്യമന്ത്രി അത് ഉയർത്തിപ്പിടിച്ചു എന്നുള്ളത് കൊണ്ട് ഏത് നെറികെട്ടവൻ ന്യായീകരിക്കാൻ വന്നാലും അതിനു മീതെ ഞങ്ങൾ ഇവരോടൊപ്പം നിലയുറപ്പിക്കുമെന്ന അന്തസ്സുള്ള മലയാളിയുടെ മനുഷ്യന്റെ പ്രഖ്യാപനമാണ്. അത് PR ടീം ആണെന്ന് പറഞ്ഞാൽ, PR പ്രചരണമാണെന്ന് പറഞ്ഞാൽ, പറയുന്നവന്റെ മുഖത്ത് നോക്കി നാലായി മടക്കി പോക്കറ്റിൽ വെക്കാൻ എനിക്ക് തിരികെ പറയേണ്ടതായിട്ട് വരും. ഈ മാതിരി വൃത്തികേട് വന്നത് പറയാനുള്ളതല്ല. അങ്ങ് ചർച്ചയിൽ ഈ പുരുഷാനുകൂലിയായി വേഷമിട്ട് പങ്കെടുക്കുന്ന പല ആളുകളെക്കാൾ നിലവാരം കുറഞ്ഞ ഒരു കോൺഗ്രസ്സുകാരനായിട്ട് അങ്ങ് മാറാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? എന്നിട്ടോ വയനാടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം മിണ്ടൂല്ല. ഞാൻ ഈ ചർച്ചയിൽ ഇനി വയനാടിനെ കുറിച്ച് കോൺഗ്രസ്സുകാരോട് ചോദിക്കില്ല കേട്ടോ. കാരണം എന്താണ്? രാഹുൽ ഗാന്ധി 100, പ്രിയങ്ക 100, കോൺഗ്രസിന്റെ 100, കർണാടക കോൺഗ്രസിന്റെ 100, നിങ്ങളുടെ പഴയ മാവേലിക്കര ജയിലിൽ കിടക്കുന്ന ആളുടെ 30 പിരിച്ച് കട്ടുമുടിച്ചിട്ട് പ്രതിദിനം 27,000 രൂപ വില വരുന്ന റൂമിൽ പോയി 7 സ്റ്റാർ റിസോർട്ടിലിരുന്ന് ഇടതുപക്ഷത്തെ എങ്ങനെ കെട്ടുകെട്ടിക്കാമെന്ന് ആലോചന നടത്തി. പണം എവിടാണെന്ന് ചോദിച്ചപ്പോ ഇദ്ദേഹം അല്ല കേട്ടോ, ഇദ്ദേഹത്തിന്റെ വലിയ നേതാവ് പറയുകയാണ്, കേന്ദ്രത്തിലും കേരളത്തിലും ഇല്ലല്ലോ, അപ്പൊ തന്നെ അധികാരം കാശുണ്ടാക്കാനാണ് കോൺഗ്രസിന് എന്നുള്ളത് അദ്ദേഹം സമ്മതിച്ചു.